ഹലോ ഹലോ ഇതുവരെയ്ക്കും പോവലയാ? ഇത് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നാലേ പോലീസ് പിടിക്കും. பரவாயில்ல, போலீஸ் வந்தா வரட்டும். அதுக்காக தான் இங்க வெயிட் பண்ணிட்டு இருக்கேன். ஏதாவது ப்ராப்ளம் இருக்கா? தெரிஞ்சிட்டு உனக்கு என்ன வேணும்? ப்ராப்ளம் இருந்தா சால்வ் பண்ணி கொடுப்பியா? അങ്ങനെ അതില്ല. പക്ഷേ ഇങ്ങനെ അഴകാതിരിക്കോ? ആരെങ്കിലും പാത്താ ഞാൻ അകത്താ. അതാ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊണ്ടു ചെന്നാക്കാം. അതെ, കാശിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അത് പിന്നെ എപ്പോഴെങ്കിലും തന്നാ പോതും. பிறகு நம்ம பார்க்கலன்னா ഷാർജ ഒരു ചിന്ന സ്ഥലം താനേ. നമ്മള് പാക്കാതിരിക്കുവോ? പാക്കുന്നേ, പാക്കും. പോലീസ് സ്റ്റേഷനിങ്ക പക്കം താൻ. വാങ്ങോ വാങ്ങോ. என் பேரு ஜீவன். ഞാൻ വന്ന് കേരള, தமிழ்நாட்டில் பழனி, கன்னியாகுமரி, மதுரை அங்கெல்லாம் வந்திருக்கேன். நாட்டிலும் டாக்ஸி தான் வேலை. உன் பேர் என்ன? தமிழ்நாட்டில் எங்க ஊரு? என் பேரு தாமரை. நான் வந்து ஸ்ரீலங்கா. ஹை, ശ്രീലങ്ക. ശ്രീലങ്കാവിൽ എനിക്ക് തെരിഞ്ഞ 3-4 പേർ ഇരിക്ക. ഒരു മുത്തയ്യ മുരളീധരൻ, സനത് ജസൂര്യ, പിന്നെ ഒരു വലിയ പുള്ളിയുണ്ട്, വേലുപ്പിള്ളൈ പ്രഭാകരൻ. പക്ഷെ ആള് കാഞ്ഞു വെച്ചു. ഇറ്റില്ല. അല്ല, ഞാൻ சொன்னது எனக்கு அவங்கள தெரியும், ஆனா அவங்களுக்கு என்ன தெரியாது. അതാ വേണ്ടായിരുന്നു. അല്ല, இந்த போலீஸ் ஸ்டேஷன்ல போகணும்னு சொல்லியிருந்தല്ലോ. எதுக்கு? நான் வந்து ஒருத்தனை உதைச்சிட்டேன். ഉതക്കേ? அடிச்சிட்டேன். എവിടെ അടിച്ചിട്ട്? തലയില. എന്നിട്ട് അയാൾക്ക് ഏതാവത് പറ്റിയ? தெரியல, அடிச்சதுமே அவன் கீழே விழுந்துட்டான். ഈശ്വര, ബീച്ചിലിരുന്ന കുരിശിനെയാണോ ഞാൻ എടുത്ത് വണ്ടിക്കകത്ത് വെച്ചത്? അപ്പോ ഇപ്പൊ പോലീസ് കുട്ടിയെ അന്വേഷിച്ച് നടക്കുകയായിരിക്കും അല്ലേ? தெரியாது. എന്നാ എനിക്ക് തെരിഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. ഇന്ത ഊരിലെ നിയമം അനുസരിച്ച് അയാൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ കാര്യം പോക്കാം. അതുകൊണ്ട് ഇപ്പോ പോലീസ് സ്റ്റേഷനിൽ പോയി സറണ്ടർ ആവാതിരിക്കുന്നതാണ് ബുദ്ധി. നിങ്ങ മുതലേ അയാൾക്ക് ഏതാവത് പറ്റിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക. ചിലപ്പോൾ അയാൾക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അല്ല, ആക്ച്വലി കുട്ടി എതുക്ക് അയാളുടെ തലയിൽ ഉതച്ചത്? அது வந்து ஒரு பெரிய கதை. പറവില്ല, ചൊല്ലുങ്കോ. அப்பா, அம்மா, தங்கச்சி, நான். இதுதான் என் உலகம். கஷ்டத்துலேயும் நாங்கள் சந்தோஷமாக இருந்தோம். சின்ன வயசுலேருந்தே பார்க்கறது தான் எல்டிடிக்கும் இலங்கை ஆர்மிக்கும் நடக்கிற போர். அது பார்த்து பார்த்து எங்களுக்கு பழக்கமாயிடுச்சு.
நாள் அந்த நிகழ்ச்சி என் வாழ்க்கையை மாத்திரும்னு கனவுல கூட நினைக்கல. Stop. Oh, oh. என்ன இது? அம்மா, நீங்க ஒண்ணுமே கவலைப்பட வேணாம். இது பெரிய டான்ஸ் ஸ்கூல். நல்ல சம்பளம், தங்குறதுக்கு இடம், அங்க எல்லாமே கிடைக்கும். எல்லாம் ஓகே தானா? வாங்க. டான்ஸ் ஸ்கூல்ல வேலைன்னு போய் சொல்லி என் தாய் மாமன் தப்பான இடத்துல என்னை விற்கிறதுக்கு தான் பணத்தை வாங்கினாருன்னு அப்போ எனக்கு தெரியல. Come! I said come! You! Come! அப்போ இங்க പരിചയമുള്ള யாருമില്ല. സമയം ഒരുപാടാച്ചു. ഇന്ന് രാത്രി എങ്ക പോകും? ഞാനൊരു ഐഡിയ ചൊല്ലട്ടുമാ? ഇന്നേക്ക് നൈറ്റ് എൻ്റെ കൂടെ തൂങ്ങലാം. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എൻ്റെ
വീട്ടിൽ തൂങ്ങലാം എന്നാണ്. എന്നിട്ട് നാളെ കാലയിൽ എന്നെ വേണേലും ചെയ്യലാം. இந்த மாதிரி ഒരു സിറ്റുവേഷനിൽ ഇവളോ പെരിയൊരു സിറ്റിയിൽ ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയാലേ കടവൾ പോലും പുറക്ക മാട്ടേ. അതാ അപ്പടി ചൊല്ലിയത്. അതുമല്ല, ഏകദേശം നിന്റെ പ്രായമുള്ള 2 തങ്ങച്ചിമാർ എനിക്ക് ഇവർക്ക് ഊരില്. അതുകൊണ്ട് വിശ്വാസമുണ്ടെങ്കിൽ എൻ കൂടെ വായോ. എന്തായി? ആസ് യൂഷ്വൽ കുഴപ്പമാക്കിയില്ലേ? ഏയ് കരിഞ്ഞിട്ടുള്ളൂ. അത് കുഴപ്പമില്ല. ആ പടച്ചോനെ, എന്താ മത്തി കൊണ്ടുവരാൻ പോയിട്ട് നെയ്മീനും കൊണ്ടാണല്ലോ വരവ്. ഇതാരാണ്? പ്രോസിക്യൂഷൻ കണ്ടറിഞ്ഞൂടെ? തന്നെ? അയ്യോ, കവലപ്പെടണ്ട. വാമുട്ടാം. വാങ്ങോ. ഇതാ ഞാൻ சொன்ன ഫ്രണ്ട്സ്. തമിഴാ? സലീമിക്ക, നിങ്ങളെന്താ മൊബൈൽ എടുക്കാൻ? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു. ഈ ഫോൺ വയലന്റ് മോഡിലായി പോയി. എന്താ? സൈലന്റ് മോഡിലായി പോയി. ആ, ഇത് താമര. ഞാൻ രാവിലെ വിളിച്ചപ്പോ പറഞ്ഞില്ലേ, അത് ഇതാ. വന്നേ. ഏതാ? കുട്ടിയാങ്ക ഉക്കാരിങ്കോ? എന്തോ അത് ഉക്കാരിക്കോളും. നീങ്ക വാങ്ങോ. വാടാ. കരിക്കോളൂ കേട്ടോ. എന്താ? നീ ഇത് എന്ത് ഭാവിച്ച? അല്ല സലീമിക്ക, എനിക്കിഷ്ടായി. ഇപ്പോഴെങ്കിലും എന്റെ മനസ്സ് നീ മനസ്സിലാക്കിയല്ലോ. കലക്കി കണ്ടു പാടിക്കട തേണ്ടി. നിങ്ങൾ രണ്ടുപേരും കൂടെ അവൾക്ക് കഴിക്കാൻ തവച്ച കൊടുക്ക്. ഞാൻ പോയിട്ട് ബെഡൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് വരാം. എന്താ എന്താ ഉദ്ദേശം? അല്ല, ബെഡൊക്കെ വിരിച്ചിരുന്നല്ല എൻ്റെ ഒരു മനോഹാരിത. ഞാനില്ല കേട്ടോ, എനിക്ക് ഭയങ്കര ടെൻഷൻ. ആ, ടെൻഷൻ ടേക്ക് വേണ്ട. അല്ല അങ്ങനെയല്ല. അതെ, രണ്ടുപേരും കൂടെ നോക്കി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു കുട്ടിയല്ല അത്. അതിന് കുട്ടിയാണെന്ന് ആരാ പറഞ്ഞു? ഒറ്റ കയറ്റി വെച്ചാണല്ലോ. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പെണ്ണല്ലായിരുന്നു. പിന്നെ ഒരു ഡാൻസ് ബാറിലെ ഡാൻസർ ആയിരുന്നു. പാവം. അയ്യോ, ഡാൻസ് ബാറിലെ ഡാൻസർ ആയിരുന്നു. ആ, ഞാൻ വിചാരിച്ച നിലമ്പൂർ കോലത്തെ ഏതോ കുട്ടിയെന്ന്. എടാ പൊട്ട, നീ ഇതുവരെ ലോകം കണ്ടിട്ടില്ലേ? മര്യാദയ്ക്ക് കാര്യം നടത്തിയിട്ട് കാലത്ത് എവിടെ വെച്ചുകൊണ്ടാക്കാൻ നോക്ക്. ഞാൻ അവിടെ നിന്ന് വെച്ചാൽ കൊണ്ടായിക്കോളാം. തൽക്കാലം നിങ്ങൾ ഡ്യൂട്ടിക്ക് പോകാൻ നോക്കും. ഞാൻ ഡ്യൂട്ടിക്ക് പോകത്തോളം നിന്റെ കുഴപ്പം. എന്റെ സലീമിക്ക, അത് അവളൊരു വല്ലാത്ത സിറ്റുവേഷൻ. സിറ്റുവേഷൻ അടങ്ങ്, ഞാൻ പറയാം. മറ്റു നിനക്കെന്താ വട്ടാണോ? അകത്ത് പോയി കിടക്കേണ്ടി വരും, പറഞ്ഞേക്കാം. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇത് ഈ ഒരു രാത്രി. നാളെ നേരം എടുത്ത് അവള് പൊക്കോളും. ഒറ്റയ്ക്ക് വെട്ടേച്ച് വരാൻ തോന്നില്ല, അതുകൊണ്ടാ. എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്. വെറുതെ കുറെ സ്വപ്നവും കണ്ടു. ഡ്യൂട്ടിക്ക് പോവല്ലേ? ആ പൊയ്ക്കോളി. എന്തായാലും താമര ഉസാറ് പേരട്ടോ അല്ലേ? സത്യം തന്നെ അല്ലേടാ? ചങ്ങായിനെ കൊണ്ട് നീ അവള് നോണ പറഞ്ഞായിരിക്കോ? ஏதாவது பிரச்சனை இருக்கா? ഏയ്, എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അപ്പൊ ശരി, തൂങ്ങിക്കോളൂ കേട്ടോ. ഇത് വെച്ചുക്കോ. அப்போ உங்களுக்கு ഇല്ല, എനിക്ക് ഫ്രണ്ടോட ബ്ലാങ്കറ്റ് എടുക്ക. അപ്പോ ഗുഡ് നൈറ്റ്. ഈ ഡോറ് ക്ലോസ് പണിക്കോളൂ കേട്ടോ. നീ ഇതുവരെ ഉറങ്ങില്ലേ? എന്തോ പേടിയുണ്ട് കേട്ടോ. എന്തേ? ഞാൻ റീചാർജ് ചെയ്യാൻ പോയപ്പോൾ ഒരു പോലീസുകാരൻ എന്നെ ഒരു ജായി റോങ് നോട്ടോ. നിങ്ങൾ ഓളെ കൊണ്ട് വരുന്ന ആരും കണ്ടിക്കണോ? അറിയില്ല, ഞാനത് അങ്ങനെ ശ്രദ്ധിച്ചില്ല. പോലീസ്! രണ്ടാളും ഒരുമിച്ച്. വാ. ജീവേട്ടാ, തുറക്കണോ? എന്തായാലും വാ, നോക്കാം. തുറക്കണോ? നിങ്ങളിത് എന്ത്
എന്താണ് സലീംക്ക ഇങ്ങനൊന്നും കാണിക്കരുത് കേട്ടോ. മൂപ്പര് വെറുതെ പേടിച്ചില്ലേ? അല്ല നിങ്ങളെന്താ ഡ്യൂട്ടിക്ക് പോയില്ലേ? ആ ആ ഡോറടയ്ക്ക്. എന്തേ? എന്താണെന്നറിയില്ല, ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് മനസ്സിൽ നിന്നൊരു ഉൾവിളി. ഈ ഒരു അവസ്ഥയില് നിങ്ങൾ മൂന്നുപേരെയും ഒറ്റയ്ക്കാക്കി പോകുന്നത് ശരിയല്ലാന്ന് തോന്നി. മാത്രമല്ല തക്കാളിപ്പുരത്തിലൊരു പെണ്ണും 2 ഊള ചെറുപ്പക്കാരും. കാര്യഗൗരവമുള്ള ആൾ കൂടെ വേണം തോന്നി. എന്നിട്ട് ആളെവിടെ? ഇവിടെ. ഓ, ആ കുട്ടി വല്ലതും കഴിച്ചോ? കുട്ടി കഴിച്ചിക്കണ്. ആ കുട്ടി ഉറങ്ങിയാ? ആ കുട്ടി ഉറങ്ങി. പാവം കുട്ടി. ഒറ്റയ്ക്കൊക്കെ ഉറങ്ങി ശീലം ഉണ്ടാവോ? ദേ, ഏത് നിമിഷം വേണമെങ്കിലും വഴിതെറ്റി പോവാന്ന പ്രായം നിങ്ങൾ രണ്ടുപേരുടെ. പോയി കിടന്നുറങ്ങ്. ഞാൻ കിടന്നോളം കൂടെ. ആരുടെ കൂടെ? താമരമോളുടെ കൂടെ. താമര മോളുടെ കൂടെ. കാക്കേ താനെ തന്നെ റംലത്തിന് സ്വപ്നം കണ്ടി കിടന്നാ മതി കേട്ടോ. റംലത്തിന് എന്റെ പട്ടി സ്വപ്നം കാണും. കേട്ടില്ല അല്ലേ? മാറിനെ പൊക്കടാ കുമാറേ. ചെങ്ങായിട്ടങ്ങള് നിനക്കൊക്കെ ഇത് എന്തിന്റെ സൂക്കേടാടാ? നിന്റെ അമ്മായിയുടെ മോളൊന്നല്ലോ. സുഖടെ തനിക്കാണോ ഇക്കച്ചട്ടെ? ഇല്ലാത്ത കാശ് കൊടുത്ത് ഈന്തപ്പഴം ഒട്ടപ്പാലും കഴിച്ചത് വെറുതെ. ശ്ശെ. ആഹാ. ഓഹോ. നീ എന്തീ കാണിക്കണേ? ഏതായാലും ഈന്തപ്പഴവും ഒട്ടോപ്പാലും കഴിച്ച സ്ഥിതിക്ക് ഞാനിവിടെ ഇരുന്നുറങ്ങിക്കോളാം. എന്നാ നിന്നെ നോക്കാനായിട്ട് ഞാനിവിടെ ഇരുന്ന് ഉറങ്ങിക്കോളാം. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ ഇരുന്നൊക്കെ ഉറങ്ങണ സ്ഥിതിക്ക് ഞാൻ ഇവിടെ കിടന്നുറങ്ങിക്കോളാം കേട്ടോ. അപ്പൊ ഗുഡ് നൈറ്റ്. ആഹാ എന്തൊരു സുഖം. എന്താ സലിമിക്ക രാവിലെ തന്നെ പച്ചകളെല്ലാം കൂടെ ലഡുവായിട്ട് ഇറങ്ങിയിരിക്കുന്നു? യുവമാര് ലഡുവും പച്ചയാക്കിയോ? പടച്ചോനറിയാം, പാകിസ്ഥാൻ വല്ല ക്രിക്കറ്റും ജയിച്ചിട്ടുണ്ടോ? വേറെന്ത് ജയിക്കാൻ? താങ്ക് യു. ये क्या खुशखबरी है? बेटे को काम मिला है पाकिस्तानी आर्मी में. ഓഹോ, നമ്മളെ കൊല്ലാനുള്ള ലഡു ആയിരുന്നല്ലേ? ये क्या बोले सर? ഏ ഹം ഹിന്ദുസ്ഥാനിയോ को मारने का लड्डू है എന്ന്. अरे नहीं सर, अब हमारे बीच में क्या हिंदुस्तानी और क्या पाकिस्तानी. हम यहाँ रोजी रोटी के लिए आए हैं. दोस्त है, दोस्त रहेंगे. അതെ അതെ, അതാ നല്ലത്. ജീവൻ ബായ് ഗാഡി റെഡി. ആ അഭി ആയ. അതെ, നിങ്ങൾ ആ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് ഇവിടെ നിൽക്കേ, ഞാൻ പോട്ടെ. ഇവിടെ ശത്രുരാത്രി ഒറ്റയ്ക്കാക്കിട്ട് പോലടാ. എന്താ കേട്ടോ? 94.7 FM, the color of music. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ കൂടെ കിടന്നുറങ്ങുന്ന റൂംമേറ്റ്സ്, അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്കൊരു പണി തന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുത്തിട്ട് എന്നെ ഒന്ന് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 556778. ഇത് റേഡിയോ റെഡ് 94.7 FM, the color of music. ഹലോ, എന്താടാ? അതെ, നീ ഇപ്പൊ എന്തിനാ വിളിച്ചത് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എങ്ങനെ വഴിതെറ്റി വിലയിലേക്ക് എത്തിയോന്ന് അറിയാനല്ലേ? നീ പേടിക്കണ്ടടാ, ഞാൻ അജ്മാനിലേക്ക് പോണ വഴിയാ. ആ പിന്നെ ഇതിനു വേണ്ടി കുമാരനെ കൂടെ വിളിച്ച് കാശ് കളയാൻ നിൽക്കണ്ട. അതുണ്ടി എൻ്റെ കൂടെ ഉണ്ട്. അവന്റെ കമ്പനിയുടെ ഓട്ടാടാ. അവന്റെ കമ്പനിയുടെ ഓട്ടം ഇപ്പൊ സലീമിക്കയ്ക്ക് മാത്രമേ ഉള്ളല്ലേ? അവനോടെ ഞാൻ കണ്ടോളാന്ന് പറഞ്ഞേക്ക്. ആ, നീയും നിനക്ക് കിട്ടുന്നൊന്നും മറ്റുള്ള ആർക്കും കൊടുക്കാറില്ലല്ലോ. അതൊക്കെ പോട്ടെ, ഇവിടുന്ന് വന്നൊരു പെണ്ണിന് വേണ്ടി നീ ഇത്ര ടെൻഷൻ അടിക്കുന്ന കാണുമ്പോ മോനെ ജീവ, ഇത് ആപത്തിലേക്കുള്ള പോക്കാട്ടോ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, സൂക്ഷിച്ചോ. പോടോ ഇക്കച്ചറ്റെ. ആ വെച്ചോ, ഒന്ന് പേടിപ്പിക്കണമെന്നല്ല. ജീവേട്ടാ, ഇന്നെന്താ നേരത്തെ ആണല്ലോ? എന്താന്നറിയില്ല, ഒരു തലവേദന. ഒന്ന് കിടന്ന് ഉറങ്ങണം. ഇങ്ങടെ വില്ലയില് വേറെ ആരെങ്കിലും ഉണ്ടാ? ഏയ് ഇല്ല. എന്തേ? ഞാൻ ആ 36-ലെ പഞ്ചാബിന്റെ വീട്ടില് ഫുഡായിട്ട് പോകുമ്പോ ഒരു പെണ്ണുങ്ങടെ സൗണ്ട് കേട്ടിക്കണ്. കേട്ടല്ലേ? ആ, ഞങ്ങളും കേട്ടിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ. പണ്ട് ഇവിടെ ഒരു പെൺകുട്ടി തൂങ്ങിച്ചത്തിട്ടുണ്ടെന്നും ബഷീർക്ക പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രേതങ്ങളും പിശാചികളും ഒന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ ഐറ്റങ്ങളുടെ സ്വഭാവം എപ്പോഴാ മാറി നമ്മളെ ഉപദ്രവിക്കാൻ വരെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇല്ലാത്തപ്പോ നീ അധികം ഇവിടെ കിടന്ന് കറങ്ങണ്ട. എന്താ കാര്യം എന്ന് വെച്ചാല് ഇതുങ്ങൾ വന്നിട്ട് ഇങ്ങനെ അല്ല ഞാൻ പറയട്ടെ. റെസ്റ്റ് എടുത്തോളി.
என்னங்க പോവലെയാ? அது வந்து ட்ரெஸ்ஸை வாஷ் பண்ணி போட்டிருந்தேன், காஞ்சிடுச்சு. இப்போ போயிடுவேன். സോറി, அதனால தான் உங்க ட்ரெஸ்ஸை. അത് കുഴപ്പമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഇതെല്ലാം എപ്പടി? நீங்க கொடுத்த காசுல தான் பக்கத்து கடையில இருந்து பொருள்லாம் வாங்கி சமைச்சேன். അയ്യോ, പുറത്തു പോയിന്നാ? ആരെങ്കിലും പാത്താ? கவலைப்பட வேண்டாம், யாரும் பார்க்கல. சாப்பிடலண்டா சாப்பிடுங்கோ. പിടിക്കുമാണ്ട് തെരിയില്ല, എൻ്റെ ഒരു സ്റ്റൈല്. ചെറുതായിട്ടൊന്ന് സാപ്പിട്ടതാ, സമയത്തിനായില്ലേ? സാരമില്ല, ഒന്ന് കൈവച്ച് നോക്കാം. ശ്രീലങ്കൻ ഫുഡ് എപ്പടിന്ന് പാക്കലാം. മതി. വാ, കിഡില് നല്ല ഇருக்கு. நீங்க சாப்பிடுங்க, நான் ட்ரெஸ் மாற்றி கொண்டு வரேன். എന്താടാ? ആ ജീവട്ടാ, ഞങ്ങൾ അജ്മാനെന്ന് വരുന്ന വഴിക്ക് ആ താമര പറഞ്ഞ പബ്ബിലൊന്ന് കയറി നോക്കി. ഓള് പറഞ്ഞൊക്കെ സത്യമാണ് കേട്ടോ. മാത്രല്ല ആ മാനേജർ കാര്യം ലേശം സീരിയസ് ആണ്. സംഗതി അടങ്ങാറാണ് കേട്ടോ. ഇതുവരെ ബോധം വീണിട്ടില്ല എന്നാ പറയുന്നത്. ഇങ്ങന്നേ മോനെ ജീവ, നീ ഇന്നലെ വല്ലാത്ത റിസ്ക് ആട്ടോ എടുത്ത്. അയാളെങ്ങാനും കാഞ്ഞു പോയ പെണ്ണിന്റെ കാര്യം പോക്ക. സാരമില്ല, എന്തായാലും നമ്മുടെ തലേന്ന് പോയല്ലോ, അത് മതി. വെച്ചോ. நான் ரெடி. நீங்க உங்களோட ஃப்ரெண்ட்ஸ் எல்லாரும் ஒரு கனவு மாதிரி என்னைக்கும் இந்த மனசுல இருப்பீங்க. പോകട്ടുമാ? പോകണ്ടെന്ന് പറഞ്ഞാ നിൽക്കുവോ? என்ன சொன்னீங்க? പോകണ്ടെന്ന് சொன்னா നിൽക്കുമോന്നോ? അതെപ്പടി എപ്പടി മുടിയോ? ആ ഡോറടയ്ക്ക്. என்ன செய்ய போறீங்க? നിന്നെ അങ്ങനെ ഇപ്പോ പോലീസിന് വിട്ടുകൊടുക്ക മാട്ടേന്ന്, പുരിഞ്ഞതാ? ആ പെണ്ണിന്റെ കാര്യോർത്ത കഷ്ടം തന്നെ അല്ലേ? ഒരു പെണ്ണിനും ഇങ്ങനത്തെ ഒരു ഗതികേട് വരുത്തരുത്. സത്യം. അച്ഛനും അമ്മയെ ഉപേക്ഷിച്ച് കാമുകന്റെ കൂടെ ഒളിച്ചോടി, അവൻ പറ്റിച്ച് വേറൊരുത്തനെ കല്യാണം കഴിച്ച് അവനും ഉപേക്ഷിച്ച്. ഇതൊന്നും പോരായിട്ട് 5-6 പേര് റോട്ടിലിട്ട് ബലാത്സംഗം ചെയ്തു. ഇതൊരു തേണ്ടിത്തരല്ലേ? ആരാര് പറയണേ? അപസ്മാരം സീരിയലില്ല പെണ്ണിന്റെ കാര്യം. തെറ്റാണ് സലീംക്ക. മൂപ്പര് മറ്റേ താമരന്റെ കാര്യല്ലേ പറഞ്ഞേ? എനിക്ക് മനസ്സിലായി, ഞാൻ വെറുതെ ഇട്ട് നോക്കിയല്ലേ, കയറി കൊളുത്തിയത് കണ്ടില്ലേ? റംല. ഹലോ, എന്താണീ? അതിനേ എനിക്കൊരു വിസ അടിക്കുന്ന ജോലിയൊന്നുമല്ലോ. ആ 3-4 പേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, റെഡിയായി അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ആ വെച്ചോ. ഇപ്പൊ വിസ കിട്ടാണ്ട്. എന്താ സലീമിക്ക പ്രശ്നം? നാട്ടിൽ നിന്ന് റംലയാ, അവളുടെ ആങ്ങളുടെ വിസയുടെ കാര്യം റെഡിയാന്ന് അറിയാൻ വിളിച്ച. മൂപ്പർക്ക് നാട്ടിലെന്താ പണി? അവനോട് ഫാൻ്റെ ഏർപ്പാടാ. കറക്കം. വേറെന്ത് പണി? ചായ 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 റെഡി. ഒന്ന് മാറിക്കേ. എന്താ ആക്രാന്തോടാ? ചായല്ലേ? ആടാ, കാഞ്ഞങ്ങാട്ടേക്ക് ഒരാളെ പോകുന്നുണ്ട്. വേണമെങ്കിൽ നിന്റെ ഓൾക്കുള്ള മൊബൈൽ കൊടുത്തു വിടാം. ആണോ? ദിപ്പെടുത്തുന്നവരാ. എന്താ ഭാര്യയോടുള്ള സ്നേഹം അല്ലേ? പാവം. അവൻ പാവം. അതിരിക്കട്ടെ, ഇതാരീ ഞാൻ അറിയാത്തൊരു കാഞ്ഞങ്ങാട്ടുകാരൻ നാട്ടിൽ പോണത്? അത് അൽക്കൂസിലാ. അൽക്കൂസിലാര്?
നമ്മുടെ അരവിന്ദന്റെ ഒരു അനിയൻ. മനസ്സിലായി. എന്ത്? നിനക്ക് ഈ പേരും പറഞ്ഞ് അൽക്കൂസി പോണം, എന്നിട്ട് ഈ മൊബൈലും കൊടുത്തിട്ട് നിന്റെ താമര വിരിഞ്ഞൊന്ന് നോക്കണം അല്ലേ? നിങ്ങൾ പോകുന്നുണ്ട് വെറുതെ സത്യം പറയാണ്ട്. മനസ്സിലായി മനസ്സിലായി. മോനെ ജീവ, സലീക്ക് ഇത് കുറേ കണ്ടതാ. ഈ മുഹബത്ത് എന്ന് പറഞ്ഞ സാധനല്ലേ, അത് വല്ലാത്തൊരു ഗുലുമാല കേസാണ്. അത് എല്ലിന് കയറി പിടിച്ച പിന്നെ പെണ്ണിന് വേണ്ടി നമ്മൾ എന്ത് റിസ്ക് എടുക്കും. പക്ഷെ നീ അവളെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ വെറുതെ വെള്ളം ഇറക്കി ഇറക്കാതെ ആണുങ്ങളെ പോലെ അവളുടെ അടുത്ത് പോയി കാര്യം പറയാൻ നോക്കും. അല്ലാതെ മനസ്സിലിട്ട് ഉണ്ടിട്ടിട്ട് ഒരു കാര്യമില്ല. സംഭവം മൂപ്പര് കാമപ്രാന്തനാണെങ്കിലും മൂപ്പര് പറഞ്ഞതിൽ കാര്യമുണ്ട്. കാമപ്രാന്തത്തിന്റെ അച്ഛനടത്തേണ്ടി ചെറുതാണെങ്കിലും കാമം കാമം നേടാൻ പറ്റും. പറയണോ? പറയാല്ലേ? പറഞ്ഞാ നിനക്ക് കൊള്ളാം. ഓക്കെ, പറയാം. ഇറങ്ങലാം. ഇതാണ് UAE-ലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം, ജബൽ അൽ ജയ്സ്. இதுதான் சர்ப்ரைஸா? സർപ്രൈസ് ഇതല്ല. அப்புறம் അതായത് എനിക്ക് ഒരു പെണ്ണിനെ ഇഷ്ടമായി. ഐ മീൻ ഈ കാതൽ. അത് അന്ത പൊണ്ണിനോട് തുറന്ന് പറയறதுக்கு ഒരു ചിന്ന ഭയം ഇருக்கு. எதுக்கு பயப்படணும்? தைரியமா சொல்லுங்க. எந்த பெண்ணுக்கும் உங்களை பிடிக்கும். അല്ല അതൊക്കെ, ஆனா அந்த பொண்ணோட மனசுக்குள்ள வேற யாராவது இருந்தாலோ? அது நேர்ல சொன்னால்தான் தெரியும். எப்படி தெரியும்? அந்த பெண்ணுக்கு உங்கள் மேல் காதல் இருக்கேண்டா, அவளோட கண்ணை பார்த்தாலே போதும் தெரியும். അപ്പൊ ഓക്കെ, ഇനി കണ്ണൊന്ന് അടച്ചേ. കണ്ണു മൂടിക്കേ. ഈശ്വര, ഞാൻ சொன்ன அந்த பொண்ணு நீதான். எனக்கு உன்னை ரொம்ப பிடிச்சிருக்கு. உனக்கு என்ன பிடிச்சிருக்கா? அது ஜீவா. വേണ്ട, എനിക്ക് വേണ്ടത് നിന്റെ മനസ്സിന്റെ മറുപടിയായിരുന്നു. അതേ കണ്ണുകളിലിருக்கு. എനിക്കത് പോതും. എന്നാ പിന്നെ പോയാലോ? ആ സലിമിക്ക, നീ മറന്നോ? ഇത് നമ്മുടെ ഇച്ചായന്റെ വെഡിങ് ആനിവേഴ്സറിയാ. നീ അവളെ കൊണ്ടാക്കിയിട്ട് വേഗം വാ, നമുക്കിന്ന് ഇവിടെ കൂടാം. നല്ല മുളകിട്ട മത്തിക്കറി, നല്ല ഇടിവെട്ട് കപ്പയും, കൂടാതെ ഒരു മനോഹാരത്തേക്ക് എന്റെ ഗസലും. ഓക്കെ, ബാക്കിയെല്ലാം ഓക്കെ. അവസാനം പറഞ്ഞൊരു ഐറ്റം ഉണ്ടല്ലോ, ഗസൽ, അത് ഒഴിവാക്കുകയാണെങ്കിൽ ഞാൻ വരാം. ഓടാ മറ്റവന്. ഞാൻ വരാം. ശരി. ഇന്നേക്ക് നമ്മ അച്ചായന്റെ വെഡിങ് ആനിവേഴ്സറി, അങ്ങോട്ട് ചെല്ലാൻ. അഷ്റഫാണല്ലോ എന്തോ മുതലാളി. എടാ അതെ, ഇവിടെ ഇപ്പോ ലേബർ ചെക്കിംഗ് നടക്കുക.
നീ ഇപ്പൊ താമരയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, നാളെ രാവിലെ വന്നാൽ മതി. ഓക്കെ ഓക്കെ ശരി. അങ്ങ് ലേബർ ചെക്കിങ്, അപ്പോൾ ഇന്നങ്ങോട്ട് ചെല്ലണ്ടെന്നു. ஐயோ அப்போ என்ன பண்ண போறோம்? വേറെന്ത് ചെയ്യാൻ, നമുക്ക് നമ്മ വീട്ടിലെ ജാളിയാ കൂടാം. എന്നിട്ട് നാളെ കാലയിലെ അങ്കൊക്കെ ഉണ്ടാക്കാം പോരെ. ஹலோ, ட்ரெஸ் எல்லாமே பாகமாயாச்சா? இது வந்து உங்களோட ஃபேமிலியா? இது அம்மா, இது ஒரு தங்கச்சி, இது வந்து சின்ன தங்கச்சி, ഇത് അപ്പ 6 വർഷം മുന്നേ മരിച്ചുപോയി. ஐயோ யார் இந்த குழந்தை? അത് അയ്യോ അല്ല, അത് പാത്താ ശരിയാവില്ല. അത് വേറെ അഷ്റഫേ, എന്താണ് പറ്റിയത്? ആ, ജോലിക്കിടയിലൊന്ന് തലയിറങ്ങി വീണതാ. ചെറുതായിട്ട് നെറ്റി ഒന്ന് മുറിഞ്ഞിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഭാഗ്യത്തിന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ പൊക്കിക്കൊണ്ട് പോരുകയും ചെയ്തു. ഇതാകുമ്പോ എബിയുടെ വൈഫ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാ. പുള്ളിക്കാരത്തി ഇവിടെ ഇല്ല, പക്ഷെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ വല്ല പത്താക്കെ എമറച്ചേടിയൊക്കെ കൊടുക്കേണ്ടി വന്നേ. താമര, താമരയുടെ കൂടെ വന്നാരാ? ഡോക്ടർ വിളിക്കുന്നു. കുട്ടി ഇറങ്ങിക്കോളൂ. മെതുവാ, വേറെ കുഴപ്പമൊന്നുമില്ലോ അല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. വൈഫ് പ്രഗ്നന്റ് ആണ്. ഞാനൊന്നും ജൂൺ, ജൂലൈ, ചിങ്ങം, കന്നി. കന്നിയോ? അതെ, ഇനി മുതലിനെ അവിടെ നിർത്താൻ പറ്റില്ല. ഒന്നാമത് എന്റെ ഭാര്യക്ക് എന്നെ നല്ല വിശ്വാസ. ഇനി ഇതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അത് മതി കുടുംബകലഹത്തിന്. ആരാ എന്താന്ന് വല്ലതും പറഞ്ഞു ആ കുട്ടി? അതിന് വാ തുറന്ന് വല്ലതും പറയണ്ടേ? എന്ത് ചോദിച്ചാലും ഒരേ കരച്ചില്ല. അതുകൊണ്ട് ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. അല്ല, ചെയ്തു തന്ന സഹായത്തിനൊക്കെ വളരെ നന്ദിയുണ്ട്. വലിയ ഉപകാരം. ആ പോട്ടെ പോട്ടാ. സലീം കാ, അല്ല അഷ്റഫ് കാ, നിങ്ങൾ എന്താണ് അഷ്റഫ് കാ അടക്ക്? സൈന്യത്തിനോട് ഞാൻ പറയാന്ന്. എന്നെ വിട്ടേക്ക് പ്ലീസ്. പോലെ ഞാൻ പറയട്ടെ. അല്ല നിങ്ങൾ പോവാണ് പോയിട്ടോ. എന്തൊരു കഷ്ടം റബ്ബേ. സലീം കാ, സലീം കാ, നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തില് ഒരു മനോഹാരിതയ്ക്ക് വേണ്ടി ആരോ എന്താ വെച്ചിട്ട് ആ കുട്ടിയോട്ട് മിണ്ടണമില്ല. നിങ്ങളാണ് ഈ ഇഞ്ചി അടിച്ച കുറങ്ങന്മാരിങ്ങനെ ഇരിക്കണുണ്ട്. അതുകൊണ്ട് ചോദിച്ചല്ലേ? ഞാനല്ല. ആദ്യം നീ അവനെ വിളിച്ചിട്ട് എന്നാ വരിക നോക്കി, എന്നിട്ട് തീരുമാനിക്കാൻ ബാക്കി. ബാലൻസ് ഇല്ലല്ലോ, ഉണ്ടാക്ക പുലിവാലുകള്. ജീവട്ടാ, നിങ്ങൾ അമ്മക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലടാ, ഞങ്ങളത് ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന് കയറിയുള്ളൂ. ഞാൻ നാളെ എത്തും. അവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ? വിശേഷം ഉണ്ട്, വിശേഷം ഉണ്ട്. നിങ്ങൾ വന്നിട്ട് പറയാട്ടോ. ശരിടാ. മൂപ്പര് നാളെ എത്തുന്നു. വന്നിക്കണ് സലീം കാ, വന്നിക്കണ്. എന്താക്കും ഇങ്ങനെ ഇരിക്കല്ലേ? അപ്പൊ നാളെ കാണാം. വരുന്നുണ്ട്. ആഹാ, രണ്ടാളും ഇന്ന് ഡ്യൂട്ടിക്ക് പോയില്ലേ? റംലത്ത് ഫോൺ വിളിച്ച് പറഞ്ഞ് കാണും ഭർത്താവിന് ചട്ടിപ്പത്തിരിയും മുന്നേക്കായും കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന്. ഓ, നല്ല ചൂടിലാണല്ലോ. അത് നാട്ടിലെ ചൂട്.
അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ചൂടില്ല എന്ന് തന്നെ പറയാം. പിന്നെ പോരുമ്പോ ഫ്രഷ് ആയിട്ടൊരു സ്പെഷ്യൽ സാധനം കിട്ടിയിട്ടുണ്ട്. നല്ല നാടൻ പച്ചമാങ്ങ പച്ചമാങ്ങ നട്ടുമാവിലെ മാങ്ങ ഇപ്പൊ എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടാണ് വരവല്ലേ? മസാല ദോശ വാങ്ങിയില്ലേ? മസാല ദോശ നിങ്ങൾക്ക് എന്താ വാക്കോളുണ്ടോ? വാക്കോൾ എനിക്കല്ല, അകത്തൊരാൾ ഇരിപ്പുണ്ട്. അവക്ക ചെല്ലും മാങ്ങയും തെങ്ങയൊക്കെ ആയിട്ട്. അവളോ? ആ നിങ്ങളെ താമര ഓക്ക് ഗർഭുണ്ടെന്ന്. ഗർഭോ? എന്താ ഉണ്ണിയെ കേട്ടിട്ടില്ലേ ഗർഭന്ന്? ചെല്ല്, നിന്നോട് അവൾ ആരാ എന്താന്നൊക്കെ പറയുള്ളൂ. എന്തായാലും ഞാനല്ല, ഈ തെണ്ടിയെ കൂട്ടിട്ട് പറ്റൂല. ആ തമ്പുരാൻ ഒന്ന് ചെല്ലു. ശാപം. സലീമിക്ക சொன்னது நிஜமா? யாரு? ആ അവൻ തന്നെ, അവൻ തന്നെ. നീ എന്നെ പുരുഷനില്ല. പെട്ടെന്ന് കേട്ടപ്പോ മன்னிச்சிடுங்க. അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. ആ നിമിഷം ഞാൻ ഉണർന്നേനെ മാധവൻകുട്ടി, ഞാൻ ഉണർന്നേനെ. നീ അതൊന്നും നിർത്തുന്നുണ്ടോ? മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴോ അവന്റെ അല്ല, ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടുമോ നോക്കാലോ അല്ലേ? വേണ്ട, ഓഫാക്കാം. അതെ, പറ്റിയത് പറ്റി. ഇനി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് ചിന്തിക്കും. താമര ഒഴിവാക്കി എനിക്കായിട്ടൊരു രക്ഷയും വേണ്ട. പിന്നെ നീ എന്ത് ചെയ്യാൻ പോവാ? എടാ, പാസ്പോർട്ടും വിസയില്ലാത്തൊരു പെണ്ണിനോട് ഹോസ്പിറ്റൽ പോലും കാണിക്കാൻ പറ്റില്ല. ഇത് കേസായി ഗർഭ, അതും അവിഹിതം. അല്ലാതെ ഗ്യാസ് കയറി വയറു വീർത്തല്ല. ജീവട്ടാ, നിങ്ങൾ ഓളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക, എന്നിട്ട് ഇതൊന്ന് വേണ്ടാന്ന് വെക്ക്. ബെസ്റ്റ്. പറയാൻ എളുപ്പ, ഏതെങ്കിലും ഡോക്ടർ ചെയ്തു തരണ്ടേ? എടാ, അബോർഷൻ ഇവിടെ നിയമവിരുദ്ധാടാ പൊട്ട. ആണോ? സലിംക്ക, നമുക്ക് ലേശം പൈനാപ്പിളും പച്ചപ്പപ്പായും കൂടി സെറ്റ് ചെയ്ത് കൊടുത്താലോ? ചിലപ്പോ ഡിലീറ്റ് ആയാലോ? ഡിലീറ്റ് ആവാനേ ഇത് മെസ്സേജ് കളിച്ചല്ല. മാത്രല്ല, പൈനാപ്പിളും പച്ചപ്പപ്പായും ഞാൻ കുറെ പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യമില്ല. അല്ല, നമ്മളെ എബിച്ചാന്റെ വൈഫ് ഗൈനക്കോളജിസ്റ്റ് അല്ലേ? നമുക്ക് ഓരോടത്തൊന്ന് പോയാലോ? നമ്മളെ അവസ്ഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു സഹായിച്ചാലോ? നീ എന്തെങ്കിലും ഒന്ന് പറ. സലീമിക്ക, ഈ അബോർഷൻ അല്ലാതെ വേറെ മാർഗമൊന്നുമില്ലേ? നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇതെങ്ങാനും ആരെങ്കിലും അറിഞ്ഞാ പിന്നെ ഞാൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. എനിക്ക് വേറെ ഒരു വഴിയില്ലാത്തോണ്ടാ. ഒരു മാർഗമുണ്ട്, അതും റിസ്ക് ആണ്. വേറെ വഴിയൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ആ റിസ്ക് ഏറ്റെടുത്തേ പറ്റൂ. എങ്ങനെയെങ്കിലും ഒരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ച് ആ കുട്ടിയെ നാട്ടിലേക്ക് വിടുക. എന്നിട്ട് തനിക്കും വേണമെങ്കിൽ അങ്ങോട്ട് പോവാലോ. അതും പാസ്പോർട്ടിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ നിങ്ങൾ ചെയ്തിക്കണേ, പക്ഷെ ലേശം ടൈം എടുക്കും. അതെ, ഏതെങ്കിലും ഒരു ശ്രീലങ്കൻ പാസ്പോർട്ട് വന്നു കിട്ടണം. എന്നാലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അയാൾ പറഞ്ഞ. അതുവരെ എന്താ ചെയ്യാന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, ആരും അറിയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പാസ്പോർട്ട് കിട്ടണവരെ പീരിയോഡിക്കൽ ചെക്കപ്പ് ഞാൻ ചെയ്തുതരാം. എന്നെ കൊണ്ട് അത്രേ ചെയ്യാൻ പറ്റൂ. മതി, അത് മതി. അതിനുള്ളിൽ എങ്ങനെയെങ്കിലും ഞങ്ങൾ പാസ്പോർട്ട് സംഘടിപ്പിച്ച് അവളെ നാട്ടിലേക്ക് അയച്ചോളാം.
അല്ലേ സലീമിക്ക? അതെ